മനു കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ആ, വീടിന്റെ തൊട്ടടുത്താണോ ഈ ചെന്താമരയുടെ വീട്? കേൾക്കാം. അതെ. ഇയാൾ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? ഇയാളെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം ഇവിടുത്തെ അയൽവാസികളാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് മൂപ്പൻ്റെ മനസ്സിലുള്ളത്. അത് അയാൾ ആരോടാ പറഞ്ഞിരുന്നത്? നാട്ടുകാരോടൊക്കെ പറയുമായിരുന്നു? അത് കുറച്ച് വർഷം നാട്ടുകാരോട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടന്നു. കുറച്ച് കാലം മുന്നേ, ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും അയാളുടെ ഭാര്യ പലതവണ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം ഉണ്ട്, അതിൽ വരണം, ഒന്ന് സംസാരിക്കണമെന്ന് ചെന്താമരയുടെ ഭാര്യ വിലാസിനി പലതവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പാർട്ടിയിലെ CPM ലോക്കൽ സെക്രട്ടറിമാരുൾപ്പെടെ അവരുടെ ഭാര്യയും ഭർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. അപ്പോൾ അതിങ്ങനെ മൂപ്പൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെ കൂടി വന്ന ശേഷമാണ് പിന്നെ ഭാര്യ മൂപ്പൻ്റെ കൂടെ ഇരിക്കാണ്ടായി. ഭാര്യ മകളും ഇരിക്കാണ്ടായി മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യനെ അങ്ങോട്ട് വിട്ടാക്കില്ല. ചെന്താമര എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ടാലൻ്റുള്ള ചേച്ചിയാണ്. ആ ചേച്ചി പല ജോലിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ജോലിക്കൊന്നും ഇയാൾ വിട്ടാക്കില്ല. ഇയാളുടെ എപ്പോഴും മുന്നിൽ ഭാര്യ വേണം. ശംശിയാണ്, പക്ഷെ എങ്ങോട്ടും വിട്ടാക്കില്ല. അതിനുശേഷം ഈ പൂജയും ദുർമന്ത്രവാദവും ജ്യോതിഷി പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളും അതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും കേട്ടിരുന്നോ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ചെന്താമരയുടെ മനസ്സിലുണ്ട്. പക്ഷേ അയാളുടെ വീട്ടിനും പുറത്തുനിന്ന് താമസിക്കുന്ന ആളുകൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, മുണ്ടും ഷർട്ട് ഇട്ടിട്ട് ആണുങ്ങൾ ഉൾപ്പെടെ പോകാൻ പറ്റില്ല. ഇതെല്ലാം ഇയാളുടെ കുടുംബത്തിനെ തകർക്കാൻ വേണ്ടി ദുർമന്ത്രം ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന തെറ്റിദ്ധാരണയൊക്കെ ഇയാളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അയാൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ഈ ആളുകളിലെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പോലീസിൽ പരാതിപ്പെടുമ്പോൾ മനുവും പോയിരുന്നോ? ഇയാൾ പ്രശ്നമാണ്, ഇയാൾ ഇവിടെയൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തുന്നെന്ന് പറയാൻ പോയിരുന്നോ? ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പുഷ്പ എന്ന് പറയുന്ന ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഈ പ്രതിൻ്റെ ഉമ്മർത്തുള്ള വീട് തന്നെയാണ് പുഷ്പ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവിടുത്തെ ആളുകളിൽ ഒപ്പുപിടിച്ച് പോയി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അയാളെ വിളിച്ചു, സംസാരിച്ചു എന്നൊക്കെ അറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.